പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തച്ഛൻ പറയുന്നുണ്ട്, കുറച്ച് നാളായി വീട്ടിൽ പൂജയൊക്കെ മുടങ്ങി കിടക്കുന്നുണ്ട്, അതിൻ്റെ എല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ ദേ ഇവന്മാർ പറയുന്നുണ്ട് നിൻ്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്ന്. അതുപോലെ തന്നെ അനിയുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നത് ശരിയായ രീതിയിലല്ല എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് മുത്തച്ഛൻ ദേഷ്യത്തോടെ പറയുമ്പോൾ മുത്തച്ഛനോട് ആദർശ് പറയുന്നുണ്ട്, ശരിയാണ് മുത്തച്ഛ, എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട്, പക്ഷെ അത് എന്നോട് ഇപ്പം നിങ്ങൾ ചോദിക്കരുത്, ഞാൻ പറയാമെന്ന് പറയും. എന്താ മോനെ, നയനമോളായിട്ട് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കും. അവളായിട്ട് മാത്രമല്ല മുത്തശ്ശി, വേറൊരാളായിട്ടും എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ ഓർത്തിപ്പം നിങ്ങൾ എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ നിങ്ങളോട് പിന്നീട് പറയാമെന്ന് പറഞ്ഞ് നേരെ പോകും. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, അവൻ്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്ന്. എന്തായാലും ഞാനായിട്ട് അവന് ഒരു പ്രശ്നത്തിനും ഇല്ല, എന്നായിട്ടൊരു പ്രശ്നമില്ല എന്ന് പറയും. ഞാൻ അവനെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും പറഞ്ഞില്ല എന്ന് പറയും. ആ ജയനും പറയും, ഞാനും പറഞ്ഞിട്ടില്ല. പിന്നെ വയസ്സായ ഞങ്ങളാണോ എന്ന് മുത്തശ്ശനും ചോദിക്കും. ഇത് അവൻ്റെ അമ്മ തന്നെ ആവുള്ളൂ, ഈ വീട്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കുമല്ലോ, അപ്പോൾ അത് അവൻ്റെ അമ്മ തന്നെ ആവുള്ളൂ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, എന്നെ പോലും വിളിക്കാണ്ട് അവൾ അമ്പലത്തിലേക്ക് പോയി. അവൾ ഇടയ്ക്കിടയ്ക്ക് എവിടെയോ പോകുന്നുണ്ട്, അത് അവൻ്റെ മനസ്സ് വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അതുതന്നെയാണ് സത്യം എന്ന് ജയനും പറയും. അതെ, അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനര വീടിന് നവ്യനോടും നന്ദുവിനോടും നമ്മുടെ കനക പറയുന്നത്, അതേ സ്നേഹിക്കാണ്ടിരുന്ന് സ്നേഹിച്ചപ്പോഴേ ആദർശമോൻ്റെ അമ്മ നയനമോളെ ജീവനായിട്ടാണ് സ്നേഹിക്കണത്. ആ അതന്നെ, ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു കുശുമ്പ് തോന്നുന്നുണ്ട്. എൻ്റെ അമ്മയും എന്നെ ഒന്ന് സ്നേഹിക്കണ്ട, ഒരു ആത്മാർത്ഥതയോടെ ഒന്ന് പുഞ്ചിരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ, അതെന്തായാലും ചേച്ചി സ്വപ്നം പോലും കാണണ്ട എന്ന് നന്ദു പറയും. ആ സമയത്ത് ദേവയാനി കെട്ടിപ്പിടിച്ചുകൊണ്ട് നയനയും കൂടി അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, അതേ ഞാൻ പോട്ടെ, ചായ കുടിച്ചിട്ട് പോയാൽ പോരെന്ന് ചോദിക്കുമ്പോൾ, വേണ്ട, അമ്പലത്തിലേക്ക് വന്നതല്ലേ, ഇത്രയും നേരം തന്നെ, ഇതിൽ കൂടുതൽ നേരം നിന്നാൽ അവർക്ക് സംശയമാവും. അല്ലാണ്ട് തന്നെ അവർക്ക് ഭയങ്കര സംശയമുണ്ട് ഞാൻ എവിടേക്കിനി ഇങ്ങനെ പോണേന്ന്. ഇങ്ങനെ ഈ പ്രായത്തിലും ഇങ്ങനെ ഒളിച്ചു കളി നടത്തുന്നതിൽ വിഷമമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും. എന്തായാലും 2-3 ദിവസം കഴിയുമ്പോൾ മോൾ അങ്ങോട്ട് വരില്ലേ എന്ന് പറഞ്ഞിട്ട് നന്ദുവിനോട് വീണ്ടും പറയും, മോളെ വിഷമമൊന്നും വിചാരിക്കേണ്ട, ഉപദേശിച്ചതിൽ അങ്ങനെയൊന്നും കണക്കാക്കണ്ടെന്ന് പറയും. ഉപദേശിച്ചതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അവൾ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ ഉപദേശിച്ച് കൊടുത്തിട്ട് ഇന്നലെ അനി വിളിച്ചപ്പോൾ അവൾ പോയില്ലേ എന്ന് ചോദിക്കും നയന. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോൾ, എന്ത് തന്നെ ആയാലും ശരി തന്നെ, നീ പോകാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് അവൾക്ക് അടി കിട്ടിയത് അവനല്ലേ എന്ന് പറയും. ഇനിയിപ്പോൾ വിഷുവായിട്ട് മോളെ വിഷമിപ്പിക്കൊന്നും വേണ്ട, മോള് പോയിട്ട് ഞങ്ങളെയൊക്കെ വിളിക്കണം, പറ്റുമെങ്കിൽ പോണേക്കാൾ മുന്നേ ഒരു പ്രാവശ്യം കൂടി അങ്ങോട്ട് വായോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനനെയും കൂട്ടി പോകുന്നുണ്ട്. നയന വഴി വരെയും യാത്ര ആകാൻ തന്നെ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് അനന്തപുരി തറവാട് തന്നെയാണ്. അതിന് വീണ്ടും ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അത് നന്ദു നോക്കുന്നുണ്ട്, പക്ഷെ റിപ്ലൈ കൊടുക്കുന്നില്ല. ഇന്നലെ ഗുഡ് നൈറ്റ് അയച്ചിട്ടും അവൾ റിപ്ലൈ ഒന്നും തന്നില്ലല്ലോ, എന്തോ പ്രശ്നമുണ്ട്, അവളെ വീട്ടിലെല്ലാവരും കൂടെ കൊന്നു കൊല വിളിക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ പെട്ടെന്ന് തന്നെ നയന വരും. നയന വന്നിട്ട് അതിന് മറുപടി അവൾ കൊടുക്കാൻ പോകുമ്പോഴത്തേനും ആ ഫോൺ നയന ബലമായി പിടിച്ച് വാങ്ങുന്നുണ്ട്. ചേച്ചി ആ ഫോൺ ഇങ്ങോട്ട് തായോ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മാറിക്കടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് മെസ്സേജ് നയന വായിക്കും. എന്നിട്ട് പറയും, ഇന്നലെ ഗുഡ് മോർണിംഗിൻ്റെ തിരിച്ചുള്ള മറുപടി വരാത്തതിന് അവൻ ചോദിക്കുന്നു, മറുപടി കൊടുത്തില്ലേടി, ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു കുലുക്കും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ, ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഞാനൊരു തെറ്റുകാരിയല്ല, നീ തെറ്റുകാരിയല്ലാണ്ട് പിന്നെ ആരാണ് തെറ്റുകാരി, അവനൊരു ഭാര്യ ഉള്ളത് നീ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ ഇത്രയധികം ആൾക്കാർ പറഞ്ഞിട്ടും നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ മോളെ എന്നൊക്കെ ചോദിക്കും. അത് പിന്നെ ഞാൻ വഴി മാറിന്നാലും അവൻ അവൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ പോണില്ല, അവർ രണ്ടുപേരും നല്ലൊരു ദാമ്പത്യം തുടരുന്നത് നിങ്ങൾക്ക് കാണാനും കഴിയില്ല ചേച്ചി എന്നൊക്കെ പറയും. എന്തും ആയിക്കോട്ടെ, അവർ തമ്മിൽ എന്തും ആയിക്കോട്ടെ, നമ്മളത് അന്വേഷിക്കേണ്ട, അവർ രണ്ടുപേരും പിരിയാതിരിക്കുക ചെയ്യട്ടെ, അവരൊരിക്കലും പിരിയാതിരിക്കാനാണ് മോളെ അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ അവർ പിരിഞ്ഞാലും ഒരു കാരണവശാലും അവളുടെ സ്ഥാനത്തേക്ക് മോളങ്ങോട്ട് കയറി ചെല്ലരുത്, അത് ഈ ചേച്ചിയുടെയൊക്കെ അപേക്ഷയാണെന്ന് പറഞ്ഞാൽ ഫോൺ കയ്യിൽ കൊടുത്തിട്ട് നയന വിഷമത്തോടെ പോകും. കൂട്ടത്തിൽ പറയുന്നുണ്ട്, അവന് മറുപടി ഒന്നും കൊടുക്കണ്ടാട്ടാന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയും. ഇതേ സമയം തന്നെ പിന്നെ അനിയുടെ ബാക്കിൽ വന്നു കഴിഞ്ഞിട്ട് അനാമയെ നിൽക്കുന്നുണ്ടാവും. എന്താടാ നീ ആലോചിച്ച് നിൽക്കണേന്ന് ചോദിക്കും. അതെന്തിനാ ഞാൻ നിന്നോട് പറയണേന്ന് ചോദിക്കും. എനിക്കറിയാം നീ അവളാലോചിച്ച് നിൽക്കണല്ലേന്ന് പറയും. അറിയാലോ, പിന്നെ നീ എന്തിനേണ്ടി ആവശ്യമില്ലാതെ അന്വേഷിക്കാൻ നിൽക്കണേന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ അങ്ങോട്ട് അനാമികയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അനാമിക ചാടിത്തുള്ളി ഹാളിൽ വന്നിരിക്കും. അവിടെ സെറ്റിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ട് മൊബൈലൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് ദേവയാനി വരും. ദേഷ്യം കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ഇപ്പോൾ ദേവയാനി കണ്ടിട്ട് മോളെ എന്ന് വിളിക്കും. വല്യമ്മേ എന്ന് പറയും. കുറച്ച് നാളായില്ലേ മോൾക്ക് സമ്മാനങ്ങളൊക്കെ തന്നിട്ട്, അതുകൊണ്ട് വിഷുവായിട്ട് മോൾക്ക് ഞാനൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ഒരു സ്വർണത്തിൻ്റെ ഒരു പെട്ടി അങ്ങോട്ട് കൊടുക്കും. അനാമിക സന്തോഷം കൊണ്ട് അവിടെ തുള്ളിച്ചാടി അത് മേടിച്ച് നോക്കുമ്പോൾ വലിയൊരു മാലയാണ്. ഒരു 5-6 പവനൊക്കെ തോന്നിക്കുമെന്ന് പറയും. മോൾക്ക് ഇഷ്ടമായി എന്ന് പറയും. ഇത് സ്വർണ്ണമാണ് വലിയമേ,
പിന്നെ സ്വർണ്ണം അല്ലാണ്ട് റോൾഡ് ഗോൾഡ് ഞാൻ മോൾക്ക് വാങ്ങി തരുമെന്ന് ചോദിക്കും. ഇങ്ങനെയുണ്ടോ ഞാനത് കഴുത്തിലിട്ട് തരാമെന്ന് പറയും. അങ്ങനെ അനാമികയുടെ കഴുത്തിലിട്ട് കൊടുക്കും. എന്നിട്ട് മൊബൈൽ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് അനാമിക. 3 ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം വഹിക്കുന്നുണ്ട് അവൻ. എന്നിട്ടും അവൻ ഇങ്ങനത്തെ ഒന്നും തരുന്നില്ല. അവൻ വാങ്ങുന്നും കൊടുക്കുന്നൊക്കെ ഉണ്ടാവും അവൾക്ക്, അവൻ്റെ കാമുകിക്ക് എന്ന് പറയും. അങ്ങനെയൊന്നും പറയരുത് മോളെ എന്ന് പറയും. പിന്നെ എങ്ങനെ പറയും വല്യമ്മയെന്ന് പറയും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആദർശ് നയനയും എത്രയോ ദേഷ്യത്തിലാണ് ജീവിച്ചിരുന്നത്. ഇപ്പം അവർ നല്ല ഇഷ്ടത്തിലായില്ലേ. അതുപോലെ മോൾ അവനെ സ്നേഹിക്കുക, അപ്പോൾ അവൻ തിരിച്ച് സ്നേഹിക്കും. സ്നേഹം കൊടുത്താലല്ലേ മോളെ കിട്ടുള്ളൂ. അതിന് അവൻ എന്നെ കാണുന്നതേ എന്നെ ഇഷ്ടമല്ല വല്യമ്മയെന്ന് പറയും. മോൾക്കും അങ്ങനെ തന്നെയല്ലേ എന്ന് പറയും. അപ്പം ഒന്നും മിണ്ടില്ല. അവനെ നല്ലോണം സ്നേഹിക്കാൻ നോക്ക്. ഇപ്പം നയനയുടെ കാര്യത്തിൽ തന്നെ കണ്ടില്ലേ, ആദർശ് നയനെ ഇപ്പം ജീവനായിട്ട് സ്നേഹിക്കുന്നില്ലേ. ഞാനായാലും അവൾ ആ സമയത്ത് എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അനാമിക പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. വല്യമ്മയ്ക്ക് അവളോടുള്ള ദേഷ്യം മാറിയെന്നോ? അല്ല, ദേഷ്യമല്ല, ആ അന്നത്തെ ആ കടിച്ചു കീറുന്നതൊക്കെ മാറ്റി ചെറുതായിട്ടൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങിയില്ലേ. അല്ലാണ്ട് അവളെ സ്നേഹിക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആലോചിച്ചേ വല്യമ്മ അവളെ സ്നേഹിച്ച് തുടങ്ങിയോന്ന്. വല്യമ്മ അവളെ സ്നേഹിക്കാൻ വഴിയില്ലേ. വല്യമ്മ സ്നേഹിക്കാനേ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എൻ്റെ മരുമോളല്ലാണ്ട് ഞാൻ വേറെ ആരെയും ചേർത്ത് നിർത്തേണ്ടതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ദേവയാനി പറയുന്നുണ്ട്. പക്ഷെ പുറമേ പ്രകടിപ്പിക്കുന്നില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മോൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. മോൾ ഒരിക്കലും അനിയെ വിട്ട് ഇവിടുന്ന് പോകരുത്. ഞങ്ങളുടെ എല്ലാവരും അഭ്യർത്ഥനയാണ്, അപേക്ഷയാണെന്നൊക്കെ പറയും. എന്നിട്ട് അങ്ങനെ ദേവയാനി പോകുമ്പോൾ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഇതേപോലെയുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടുന്ന ആരെന്നെ കൊണ്ട് ഇവിടെ കടിച്ച് തൂങ്ങി നിൽക്കണേ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ അവനിട്ടിട്ട് പോയേനെ എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് രേവതിനെയാണ്. രേവതി മകളുടെ കഴുത്തിൽ കിടക്കണ മാല ഇങ്ങനെ ഫോട്ടോ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കിയിരിക്കിന്. ആ സമയത്ത് വേണു വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തുട്ടാ നോക്കണേ എന്ന് ചോദിക്കും. ദേ കണ്ടില്ലേ, മോൾക്ക് സമ്മാനം കിട്ടി നിറയെ. കിട്ടിയോ? 5-6 പവനൊക്കെ ഉണ്ടല്ലോ. ഇതാരാ കൊടുത്തത് എന്ന് പറയും. കിളവനും കിളവിയല്ല, അവളുടെ അമ്മായിമ്മയല്ല, ഭർത്താവും അല്ല, ഇതേ വല്യമ്മ കൊടുത്തതെന്ന്. അമ്പലത്തിൽ പോയി വന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ കൊടുത്താണെന്ന് പറഞ്ഞു. കണ്ടില്ലേ. അപ്പോൾ അവരൊക്കെ എന്ത് കൊടുത്ത്? അവരൊക്കെ കാശിന് കൊടുത്തേന്ന്. കാശോ? അപ്പോൾ എത്ര കിട്ടിക്കാണും? ഓരോ വെള്ളി നാണയം എന്ന് പറഞ്ഞു. ദരിദ്രവാസികൾ ഇന്നത്തെ കാലത്ത് സാധാരണക്കാർ കൊടുക്കും 1000ഉം 500ഉം. എന്നിട്ട് അവർക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. സാരമില്ല, ആ കിളവൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ കിട്ടണ തന്നെ നല്ലൊരു ഐശ്വര്യം എന്നല്ല പറയണത്. അത് കിട്ടിയതിന് ശേഷമല്ലേ മോൾക്ക് മാല കിട്ടിയത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ അമ്മായിമ്മ എന്തെങ്കിലും കൊടുക്കായിരിക്കും. അവളുടെ കൂടെ, ദേവയാനിയുടെ കൂടെ അവൾക്ക് അമ്പലത്തിലും കൂടെ ഒക്കെ ഒന്ന് പോയിരുന്നെങ്കിൽ നല്ല സന്തോഷം ഉണ്ടായേനെ. അതിനെങ്ങനെയാണ്? എനിക്കോ? നിൻ്റെ അല്ലേ സ്വഭാവം. വെയിൽ വന്ന് മൂത്തടിക്കുമ്പോഴല്ലേ എഴുന്നേൽക്കുള്ളൂ. ഈ പറഞ്ഞ ആളെ ഞാനല്ലേ എന്നിട്ട് കണി കാണിച്ചെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് എന്താ, ഞാൻ കണി കണ്ടോ? ആദ്യം കണ്ടത് നിൻ്റെ മോന്തല്ലേ. എൻ്റെ ഒരു വർഷം പോയില്ലേ എന്ന് പറയും. എൻ്റെ മോന്ത കണി കണ്ടുകൊണ്ടാണ് മോൾക്ക് ഇപ്പോൾ ഒരു സ്വർണം കിട്ടിയത്. നിങ്ങളിനിയിപ്പോൾ അത് ആക്രാന്തത്തോടെ ചോദിച്ച് മേടിക്കാൻ നിൽക്കണ്ടെന്ന് പറയും. ചോദിക്കാണ്ട് പിന്നെ അവൾക്ക് നമ്മൾ കൊടുത്ത സ്വർണ്ണമൊക്കെ അവൾ പൂഴ്ത്തി വെച്ചേക്കണം. അപ്പോൾ പിന്നെ ഇത് ചോദിക്കാണ്ട് നിവർത്തിയുണ്ട്. ഒരു 3-4 ലക്ഷം രൂപയുടെ മുതലല്ലേ ഇതെന്ന് പറയും. എല്ലാ മോളേന്ന് നിന്ന് ഇങ്ങോട്ട് മേടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും എന്നൊക്കെ പറയും. അതൊരു കാര്യം ചെയ്യുക, 1-ാം തീയതി നിങ്ങൾ പുറത്തേക്ക് പോയിട്ട് അകത്തേക്ക് കയറാൻ നിൽക്കണ്ട. ആരെങ്കിലും വന്ന് കയറട്ടെ, നല്ല ഐശ്വര്യം ഉണ്ടാവും. അതുപോലെ പട്ടിയോ പൂച്ചയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് രേവതി അങ്ങോട്ട് പോകുമ്പോൾ അതേ വേണ്ട വേണ്ട, വല്ലാണ്ട് നീ കളിക്കണ്ട എന്നൊക്കെ പറയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അഭിനേനി. നയനോട് പറയുന്നുണ്ട്, നവ്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് കൈനീട്ടം കൊണ്ടുവന്നതാണ്. അത് മാത്രമല്ല ഒരു പൊതി കൊടുക്കുന്നുണ്ട്, അതിൽ നിറയെ മുല്ലപ്പൂ വരുന്നു. നിൻ്റെ 7-ാം മാസ ചടങ്ങിന് എനിക്ക് മുല്ലപ്പൂ വാങ്ങി തരാൻ പറ്റിയില്ലല്ലോ, അതിൻ്റെ വിഷമം തീർത്താന്ന് പറഞ്ഞ് ഒരു കുറേ മുല്ലപ്പൂവുണ്ട്, അതെടുത്ത് എൻ്റെ തലയിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും സാരില്ല, നീ ഇങ്ങോട്ട് തിരിഞ്ഞേക്കത് നിൻ്റെ ഭർത്താവ് മേടിച്ച് തന്നെയല്ലേ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അതും കൊടുക്കും. അങ്ങനെ അത് എടുത്ത് ഞാൻ തലയിലൊക്കെ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇനിയുണ്ട്, കണ്ണടക്കി എന്ന് പറയും. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് നോട്ട് എടുത്തിട്ട് കൊടുക്കുമ്പോൾ ഇത്രയോ കൈനീട്ടോ, നീ എനിക്ക് 1 രൂപ തന്നാൽ മതിയടാന്ന് പറയുമ്പോൾ 1 രൂപയൊന്നും വേണ്ട, ഇതേ 10,000 രൂപയുണ്ട്, ഇത് ഇനി നിനക്ക് ആവശ്യങ്ങളൊക്കെ വരും, നിനക്ക് ഒരുപാട് കൈനീട്ടം കിട്ടിക്കാണുമല്ലോ. കിട്ടി, ഒരേ വെള്ളി നാണയം, അതനുസരിച്ച് എല്ലാവരും തന്നെന്ന് പറഞ്ഞപ്പോൾ അത് സാരമില്ല, പണ്ടൊക്കെ ഒരു വെള്ളി നാണയം ആണ് എല്ലാവരും കൊടുത്തിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ്, പക്ഷേ ഇന്നത്തെ ഒരു 10,000 രൂപയുടെ മൂല്യം ഉണ്ടായിരുന്നു അന്നത്തെ 1 രൂപയ്ക്ക് എന്ന് പറയും. അതിനനുസരിച്ച് കാലത്ത് ഇപ്പം മാറിയില്ലേ, അപ്പം എല്ലാവരും മാറ്റം വേണ്ടതായിരുന്നു. അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് അഭി പറയും. ഇപ്പം ഞാൻ നിനക്ക് ഇന്നലെ മോതിരം വാങ്ങി തന്നു, ഇന്നിപ്പോൾ 10,000 രൂപ തന്നു. നിൻ്റെ അച്ഛൻ അത്രയ്ക്കൊന്നും പൈസയ്ക്കൊന്നും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കില്ല, അതുകൊണ്ട് നീ ഇത് നിൻ്റെ ആവശ്യങ്ങൾക്ക് എടുത്തോന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇപ്പം അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, വർക്കൊക്കെ ഉണ്ട്. പിന്നെ നന്ദു SI ആവാൻ പോലെന്ന് പറഞ്ഞപ്പോൾ ആരെന്ത് ജോലിക്ക് പോയാലും മറ്റൊരാളെ നീ ആശ്രയിക്കേണ്ട, ഞാനുള്ളപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് സ്നേഹം ഭാര്യയ്ക്ക് ഒരു കൊടുക്കണ്. എനിക്കിത് മതി, ഇങ്ങനത്തെ ഒരു ഭർത്താവിനെയാണ് ഞാൻ കിട്ടാൻ ആഗ്രഹിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യ നല്ല സന്തോഷത്തിലാണ് പറയും. ഇനിയെങ്കിലും നീ എന്നെ സംശയിക്കരുതെന്നൊക്കെ പറഞ്ഞ് നെറുകയിൽ ഇങ്ങനെ നമ്മുടെ നവ്യനെ ചേർത്ത് പിടിച്ചിട്ട് നെറുകയിൽ ഒരു ഉമ്മ കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അഭി ഇങ്ങനെ
മനസ്സിലിങ്ങനെ ആലോചിക്കും ഇവളെ സ്നേഹിച്ചാലല്ലേ എനിക്ക് കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അഭിയും നവിയേയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.